ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് അജിംഷാ സൂചിപ്പിച്ചതുപോലെ കിണറിലെ വെള്ളവും ഒപ്പം തന്നെ അതിൻ്റെ വ്യാപ്തിയും ഒക്കെ അളന്ന് തിട്ടപ്പെടുത്തുകയാണ്. നിലവിൽ ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ അംഗം നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ കുട്ടിയുടെ? ഞങ്ങളുടെ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ ഇപ്പോൾ ഇവിടെ എത്തപ്പെട്ടത്. കമ്മീഷൻ്റെ ആദ്യ നിഗമനത്തിൽ ഈ മരണത്തിൽ എന്തോ ദുരൂഹതയുണ്ട് എന്ന് കമ്മീഷന് ബോധ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസിൽ നിന്ന് റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് തുടർ നടപടി കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും സ്വീകരിക്കുന്നതായിരിക്കും. പ്രാഥമികമായ എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ പോലീസ്? പലതരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കുട്ടി ഒരു സുഖമില്ലാത്ത അമ്മ ഇവിടെ വീട്ടിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു. പുറത്തു നിന്നാരോ ഇവിടെ അതിനകത്ത് വന്ന് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും പോലീസിൻ്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം കൃത്യമായി നമ്മുടെ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ തുടർ നടപടി സ്വീകരിക്കും. അജിംഷാദ്, ഇതാണ് ഇപ്പോൾ നിലവിൽ പോലീസിൻ്റെ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും. പോലീസാണ് ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം വരുത്തേണ്ടത്. അതിൽ കൊലപാതകമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വീട്ടിനകത്തേക്ക് മറ്റാരെങ്കിലും എത്തിയിട്ടുണ്ടോ എന്ന ഒരു CCTV ക്യാമറ ഉൾപ്പെടെ പോലീസ് നേരത്തെ പരിശോധിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഇല്ല എന്നാണ് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. വീട്ടിനകത്ത് ഈ കുട്ടിയുടെ ചേച്ചിയും അതുപോലെ തന്നെ ഈ അമ്മയുടെ സഹോദരനും ഒപ്പം അമ്മയുടെ അമ്മയും അച്ഛനുമാണ് ഉണ്ടായിരുന്നത്. ഇവർ അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഈ ശ്രീധുവിൻ്റെ ഭർത്താവ് ഇങ്ങോട്ട് എത്തിയത്. സ്ഥിരമായി ഇവിടെ താമസത്തിന് വരുന്ന ഒരാളായിരുന്നില്ല ഈ കുട്ടിയുടെ അച്ഛൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഒന്നും അവരെ അധികം കണ്ടിട്ടില്ല. എന്തായാലും ഇപ്പോൾ സ്ഥലം MLA കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ പോലീസിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ ഒക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ്. ഈ മറക്കകത്താണ് കിണർ. ആ കിണർ നിലവിൽ മൂടിയിരിക്കുന്ന കമ്പി വേലി വെച്ച് മൂടിയിരിക്കുന്ന നിലയിലായിരുന്നു. അതിൽ ചില മാറ്റങ്ങൾ കണ്ടതിന് തുടർന്നാണ് ഈ DYSPക്ക് ഒരു സംശയം, ഈ കിണറിൽ കുട്ടി ഉണ്ടോ എന്ന സംശയം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് അതിലേക്ക് പരിശോധന നടത്താൻ പോലീസിനോട് DYSP നിർദ്ദേശം നൽകുന്നത്. ആ നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് നിലവിൽ കുട്ടി അതിനകത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഫയർഫോഴ്സിനെ ഒക്കെ എത്തിച്ച് കുട്ടിയെ പുറത്തെടുക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനപ്രതിനിധികൾ, MLA, ബാലാവകാശ കമ്മീഷൻ അംഗം ഉൾപ്പെടെയുള്ളവർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഒക്കെ അതിനകത്ത് ഉണ്ട്. എന്തായാലും ഇവിടുത്തെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയും ഒപ്പം തന്നെ അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. ആ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിയുമ്പോഴായിരിക്കും ഏത് രീതിയിലാണ് കുട്ടി മരണപ്പെട്ടത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുക.